കെ സുധാകരൻ കെ.സി. വേണുഗോപാലിനെ പിന്തുണയ്ക്കുന്നതായിട്ടാണ് അറിയുന്നത് അല്ലെ? കാരണം കെ.സി. വേണുഗോപാൽ മുഖ്യമന്ത്രിയായി വരുന്നതാണ് കെ സുധാകരന് താല്പര്യമെന്ന് തോന്നുന്നു അല്ലെ? കോൺഗ്രസില് പല ഗംഭീരമായ ആൾക്കാരും ഉണ്ട്. നമുക്ക് എല്ലാം അറിയുന്നത് പോലെ ശ്രീ വി.ഡി. സതീശൻജി, അദ്ദേഹം പ്രതിപക്ഷ നേതാവാണ്. ശ്രീ രമേശ് ചെന്നിത്തലാജി, അദ്ദേഹമാണ് സീനിയർ. അപ്പം ശ്രീ ശശി തരൂർ സാറുണ്ട്, വിശ്വപൗരൻ. പിന്നെ കേന്ദ്രതലത്തിൽ ഏറ്റവും സ്വാധീനമുള്ള രാഹുൽ ഗാന്ധിയുടെയും ഗാന്ധി കുടുംബത്തിന്റെയും മനസാക്ഷി സൂക്ഷിപ്പുകാരൻ കൂടിയാണ് നമ്മുടെ കെ.സി. വേണുഗോപാൽജി. അപ്പോ അതുകൊണ്ട് എല്ലാവർക്കും അതിനുള്ള സ്പേസ് ഉണ്ട് എന്നുള്ളതാണ് സത്യം. മനസ്സിലാകുന്നത് മുമ്പത്തെ KPC പ്രസിഡന്റ് കൂടിയായ ശ്രീ സുധാകരൻജി കെ.സി. വേണുഗോപാൽ സാറിനെ പിന്തുണയ്ക്കുന്നു എന്നുള്ളതാണ്. കോൺഗ്രസിൽ അങ്ങനെ കഴിവുള്ള പലരും ഉണ്ടെന്നുള്ളത് വളരെ പോസിറ്റീവായി കാണണമെന്നുള്ളതാണ് എന്റെ ഒരു കാഴ്ചപ്പാട്. അല്ല, പൊതുവെ കെ സുധാകരന് വി.ഡി. സതീശനോട് ഒരു പകപോക്കൽ ഉണ്ടാകുമെന്ന് കരുതുന്നുണ്ടോ? പകപോക്കലല്ല. ഓരോ പാർട്ടിയുടെയും സ്ട്രക്ചർ ഓരോന്നാണ്. അതായത് CPM വളരെ കേന്ദ്രീകൃതമായ ഒരു കേഡർ പാർട്ടിയാണ്. BJP വലിയൊരു ശതമാനം വരെ സംഘത്തിന്റെ RSSന്റെ അടിത്തറ ഉറപ്പായിട്ടുള്ളൊരു കേഡർ സംവിധാനം കൂടിയുള്ള പാർട്ടിയാണ്. എന്നാൽ കോൺഗ്രസ് പലപ്പോഴും നേതാക്കളുടെ പാർട്ടിയാണ്. നേതാക്കൾ, അവരുടെ ഇടയിലുള്ള പടലപ്പിണക്കങ്ങൾ, ഗ്രൂപ്പ് തർക്കങ്ങൾ, ഇതൊക്കെയാണ് കോൺഗ്രസിന്റെ ഊർജവും പ്രശ്നവും. രണ്ടും ഒരേപോലെ ഉണ്ട്, ഊർജവുമാണ് പ്രശ്നവുമാണ്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുക സ്വാഭാവികമാണ്. അതുകൊണ്ട് അതൊരു പ്രശ്നമല്ല. കാര്യം ഇനി കോൺഗ്രസ് മാത്രമല്ല, കോൺഗ്രസിന്റെ ഉള്ളിൽ മുസ്ലിം ലീഗിന്റെ നിലപാട് ആരാണ് മുഖ്യമന്ത്രി ആണെന്നുള്ളതിൽ വളരെ പ്രധാനമാണ്. കാര്യം UDFന്റെ ആയിരിക്കുമല്ലോ മിനിസ്ട്രി വരുന്നെങ്കിൽ വരുന്നത്. പിന്നീട് ബാക്കിയുള്ള കേരള കോൺഗ്രസുകളുടെ അഭിപ്രായം, NSSന്റെ അഭിപ്രായം, SNDP-യുടെ അഭിപ്രായം, അങ്ങനെ ഒരുപാട് തലങ്ങളുണ്ട്. അപ്പൊ അതെല്ലാം കൂടെ കൂട്ടിച്ചേർന്ന ഒരു ഇക്വേഷൻ ആയിരിക്കും വരിക. മുസ്ലിം ലീഗിന് താല്പര്യം ആര് മുഖ്യമന്ത്രിയാവുന്നതിലായിരിക്കും? എനിക്ക് തോന്നുന്നത് മുസ്ലിം ലീഗിന് കൂടുതൽ താല്പര്യം, അതായത് വി.ഡി. സതീശൻജിയും രമേശ് ചെന്നിത്തലാജിയും എടുക്കുകയാണെങ്കിൽ രമേശ് ചെന്നിത്തലാജി ആയിരിക്കും. കാര്യം വി.ഡി. സതീശൻജി ഒരു നെഹ്റൂവിയൻ ലെഫ്റ്റ് നായർ, അല്ലെങ്കിൽ നായർ എന്ന് അദ്ദേഹം പറയുന്നില്ല, നെഹ്റൂവിയൻ ലെഫ്റ്റായ നായർ സമുദായ അംഗമായ വ്യക്തിയാണ് അദ്ദേഹം. അപ്പോ സാമുദായിക ബേസ് കൂടിയുള്ള പാർട്ടികൾക്ക് നെഹ്റൂവിയൻ ലെഫ്റ്റിനേക്കാൾ ഗാന്ധിയൻ റൈറ്റ് ആയ ആൾക്കാരെ ആയിരിക്കും കൂടുതൽ യോജിപ്പ്. ശ്രീ രമേശ് ചെന്നിത്തല അല്ലെങ്കിൽ ശ്രീ ശശി തരൂർ സാറ്, അവരെ പോലുള്ള ആൾക്കാരെ ആയിരിക്കും കൂടുതൽ താല്പര്യം. ശ്രീ രമേശ് ചെന്നിത്തലയോ ശ്രീ ശശി തരൂറോ അവരെ സ്വയം ഗാന്ധിയൻ റൈറ്റ് എന്ന് വിശേഷിപ്പിക്കുന്നില്ലെങ്കിലും നമുക്കെല്ലാം അറിയാം അവർ നെഹ്റൂവിയൻ ലെഫ്റ്റ് അല്ല. കുറെ കൂടെ മധ്യവർത്തി നയമോ സമുദായങ്ങളോട് അടുപ്പമുള്ള നയമോ ഒക്കെ സ്വീകരിക്കുന്നതാണ്. മുഖ്യമന്ത്രി ആകാനായിട്ടുള്ള ഒരു ആശ കെ.സി. വേണുഗോപാലിന് ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെ തോന്നിയിട്ടുണ്ട് എനിക്ക്. അദ്ദേഹത്തിന് മോശമായിട്ട് പറയല്ല കേട്ടോ. എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ള കാരണം നാല് പേരെന്ന് പറഞ്ഞാൽ ശ്രീ വി.ഡി. സതീശൻ, അദ്ദേഹത്തിനാണ് ലഭ്യമായ അവസരത്തിൽ നല്ല സാധ്യതയുള്ളത്. പിന്നീട് ശ്രീ രമേശ് ചെന്നിത്തല ഒരുപക്ഷെ ശക്തമായി ഉയർന്നു വരാം. ശ്രീ രമേശ് ചെന്നിത്തല, അതേപോലെ ശ്രീ ശശി തരൂറും ശ്രീ കെ.സി. വേണുഗോപാലും, 4 പേർക്കും ചാൻസ് ഉണ്ട്. പക്ഷെ കൂടുതൽ സാധ്യത എന്റെ മനസ്സിൽ ഞാൻ കാണുന്നത് ശ്രീ രമേശ് ചെന്നിത്തല വേഴ്സസ് ശ്രീ വി.ഡി. സതീശൻ എന്നുള്ളൊരു ഇക്വേഷൻ ആയിരിക്കും ഏറ്റവും പ്രധാനമായി വരിക. പക്ഷെ സണ്ണി ജോസഫ് സാർ അടക്കം പലരും കെ.സി. വേണുഗോപാൽ സാറിന്റെ പേര് വളരെ സട്ടിലായി പിച്ച് ചെയ്യുന്നതായി തോന്നുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന് വലിയ സാധ്യതയുണ്ട്. ഹൈക്കമാൻഡ് ആയിരിക്കും തീരുമാനിക്കുക. അതാണ് അതിന്റെ ഒരു കൗതുകം. ഹൈക്കമാൻഡിന്റെ തീരുമാനത്തിന് ഈ എത്ര MLA-മാർ വരുന്നു, പിന്നെ ഏറ്റവും പ്രധാനം കോൺഗ്രസ് എത്ര സീറ്റ് ജയിക്കുന്നു എന്നും കൂടി അനുസരിച്ചിരിക്കും. അതായത് കോൺഗ്രസിന് ഒരു 74, 75, 76, 77, ഒരു 80-നുള്ളിലാണെങ്കിൽ മുസ്ലിം ലീഗ് അടക്കമുള്ള പാർട്ടികൾക്ക് കൂടുതൽ ശക്തമായ പ്രാതിനിധ്യവും സ്വഭാവവും അതിന്റെ തീരുമാനത്തിൽ വരും. കോൺഗ്രസ് ഒരു 100 സീറ്റ്സ് ഒക്കെ ടച്ച് ചെയ്യുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു പക്ഷേ വി.ഡി. സതീശൻജി ആയിരിക്കും കൂടുതൽ വരാൻ സാധ്യത. കാരണം വി.ഡി. സതീശനെ അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ ഔട്ടാക്കുന്ന നടപടിയോടെ എങ്ങനെ നോക്കിക്കാണുന്നു? കാരണം നമുക്കറിയാം എല്ലാ തെരഞ്ഞെടുപ്പിലും അദ്ദേഹം വി.ഡി. സതീശൻജിയുടെ പ്രായം 61 മാത്രമാണ്. അതായത് വി.ഡി. സതീശൻജി കുറച്ചുകൂടെ യങ് ആണ്, ഒരു നെക്സ്റ്റ് ജനറേഷൻ വരുന്നതാണ്. നമ്മുടെ 69-70 വയസ്സായി നമ്മുടെ രമേശ് ചെന്നിത്തലാജിക്കും അവർക്കും ഒക്കെ. അപ്പോ എല്ലാവർക്കും ചാൻസും തുടങ്ങിയ കാര്യങ്ങളൊക്കെ വേണമല്ലോ. വി.ഡി. സതീശൻജി ഗംഭീരനായ പ്രതിപക്ഷ നേതാവാണ്. ഒരുപക്ഷെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പുസ്തകം വായിക്കുന്ന രാഷ്ട്രീയ നേതാവാണെന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. ഏറ്റവും പ്രഗത്ഭനാണ്, മുന്നിൽ നിന്ന് ഫൈറ്റ് ചെയ്തു, ഗംഭീരമായ കോർഡിനേറ്ററാണ്. പക്ഷെ എല്ലാവരെയും അക്കോമഡേറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യം വരും. അപ്പം കോൺഗ്രസിലെ ആ ബലാബലങ്ങളിലായിരിക്കും കാര്യങ്ങൾ തീരുമാനിക്കപ്പെടുക. എത്ര സീറ്റുകൾ വരും? അദ്ദേഹത്തിന് ശക്തമായ സ്വാധീനമുള്ള വലിയൊരു ശതമാനം വിങ്ങുണ്ട്. എസ്പെഷ്യലി എറണാകുളത്ത് നിന്നൊരു മുഖ്യമന്ത്രി ഉണ്ടാകുമെന്നൊക്കെ പറയുന്നത് വി.ഡി. സതീശൻജിയെ ഉദ്ദേശിച്ചാണ്.
പക്ഷേ ഇത് കോൺഗ്രസിലെ ഈ ശരിക്കും കോൺഗ്രസിലെ ആന്തരിക ജനാധിപത്യം കാണാൻ കൗതുകവും ഒരർത്ഥത്തിൽ നല്ലതും രസവുമാണ്. ഇനി ശക്തമായ വടംവലികൾ തുടങ്ങും. അത് തെറ്റായിട്ടല്ല, അത് പോസിറ്റീവാണ്. ഇനി ശക്തമായ വടംവലികൾ കോൺഗ്രസ് ജയിക്കുകയാണെങ്കിൽ രമേശ് ചെന്നിത്തലാജിക്ക് വേണ്ടി തുടങ്ങും, ശ്രീ ശശി തരൂർ സാറിന് വേണ്ടി ആദ്യമുള്ള ഒരു ഇമ്പറ്റസും ഒരു എന്താ പറയുക ഒരു ടെമ്പോ ശശി തരൂർ സാറിന് ഇപ്പം കുറെ കൂടെ ആദ്യത്തേതിന് അത്ര ഇപ്പൊ ഉണ്ടോന്ന് സംശയമാണ്. എന്നിരുന്നാൽ പോലും ശ്രീ ശശി തരൂറിനെ സപ്പോർട്ട് ചെയ്യുന്നവർ തുടങ്ങും, ശ്രീ കെ സി വേണുഗോപാൽജിയെ സപ്പോർട്ട് ചെയ്യുന്നവർ തുടങ്ങും, അതുകൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ വി ഡി സതീശൻജിയെ സപ്പോർട്ട് ചെയ്യുന്നവർ തുടങ്ങും. അതൊരു വൈബ്രന്റ് ജനാധിപത്യത്തിന്റെ ലക്ഷണങ്ങളാണ്. ഇനി മുഖ്യമന്ത്രി ആയില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് ഒരിക്കലും മുഖ്യമന്ത്രി ആകാൻ കഴിയില്ല എന്ന് കെ സിക്ക് അറിയുമായിരിക്കും അല്ലെ? അതുകൊണ്ടായിരിക്കും അദ്ദേഹം ഇങ്ങനെ ഒരു നീക്കം നടത്തുന്നത് അല്ലെ? അങ്ങനെയല്ല. കൂടുതലേ നമ്മുടെ കേരളത്തിന്റെ ചാൻസ് ഭരണം മാറി മാറി വരാനാണ്. അതൊരു കുറ്റമോ കുറവോ അല്ല. പിന്നെ കെ സി വേണുഗോപാൽ സാറിന്റെയും പ്രായം 63ആണ്. ഇവർക്കെല്ലാം ചാൻസുകളുണ്ട്. എനിക്ക് തോന്നിയ ഒരു കാര്യം, രമേശ് ചെന്നിത്തലാജിയുടെ ഏജ് ഒരു 70-നടുത്ത് എത്തി നിൽക്കുന്ന രമേശ് ചെന്നിത്തലാജിയാണ് ഉള്ളതിൽ ഏറ്റവും മുതിർന്ന ആളാണ്. കഴിഞ്ഞ തവണ ആഭ്യന്തരമന്ത്രിയാണ്. എന്താന്ന് പറഞ്ഞാല് വി ഡി സതീശൻജിയുടെയും കെ സി വേണുഗോപാൽജിയുടെയും ആ പ്രായത്തിന് ഓൾമോസ്റ്റ് 8 മുതൽ 10 വയസ്സ് വരെ കൂടുതലുള്ളവരാണ് നമ്മുടെ കുഞ്ഞാലിക്കുട്ടി സാറ്, രമേശ് ചെന്നിത്തലാജി അടക്കമുള്ളവർ. അപ്പോൾ ഇങ്ങനെ കുറെ ഇക്വേഷൻസ് അതിനകത്ത് വരും. അവസാനം ആരെങ്കിലും ഒരാൾ ത്യാഗം ചെയ്യേണ്ടി വരുമെന്ന കാര്യത്തിൽ സംശയമില്ല. സംബഡി വിൽ ഹാവ് ടു മേക്ക് ദി സാക്രിഫൈസ്. ആ സാക്രിഫൈസ് ചെയ്യുന്നവർക്ക് പൊതുജനവും കോൺഗ്രസ് പാർട്ടിയിലെ ആൾക്കാരും വലിയ രീതിയിൽ എന്താ പറയുക വില കൊടുക്കുകയും ഇനിയും വരുന്ന ഇലക്ഷൻസിൽ അവരെ മനസ്സിൽ ഓർമ്മ വെക്കുകയും ചെയ്യും. എവിടെയാണ് ആരെങ്കിലുമൊക്കെ അതിൽ ത്യാഗം ചെയ്യേണ്ടി വരുമെന്ന് ആർക്കും സംശയമില്ലല്ലോ. കെ സുധാകരന് എന്തെങ്കിലും വി ഡി സതീശനോട് എന്തെങ്കിലും വൈരാഗ്യമുള്ളതായിട്ട് തോന്നിയിട്ടുണ്ടോ? വൈരാഗ്യമല്ല, അത് അവരുടെ ഇടയിൽ അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയുടെ ഇടയിൽ വ്യത്യസ്ത ഗ്രൂപ്പ് സമവാക്യങ്ങളും, കോൺഗ്രസ്സുകാരില്ല എന്നൊക്കെ പറയുന്നെങ്കിലും ഗ്രൂപ്പ് സമവാക്യങ്ങൾ, അവരുടെ ഇടയിലുള്ള ഇക്വേഷൻസ് ഇതാണ്. ഇത് പണ്ട് ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ ലീഡറും എ കെ ആന്റണി സാറും തമ്മിലായിരുന്നു. പണ്ട് ഒരുപക്ഷെ അങ്ങനെയൊക്കെ ഓർമ്മയുണ്ടോന്നല്ല, എന്റെയൊക്കെ ചെറുപ്പകാലത്ത് സ്ഥിരം നമ്മൾ കേൾക്കുന്നതാണ്. എ കെ ആന്റണി മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ഏറ്റവും വലിയ പ്രതിപക്ഷം അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ തന്നെയുള്ള ശ്രീ കരുണാകരനാണ്. അങ്ങനെ സ്പർദ്ധ മൂർച്ഛിച്ചാണ് ഏറ്റവും വലിയ കോൺഗ്രസ്സുകാരനായ ശ്രീ കരുണാകരൻ അവസാനം DIC എന്ന് പറഞ്ഞ് വേറൊരു പാർട്ടി ഉണ്ടാക്കി തന്നെ വെളിയിൽ പോയത്. തിരിച്ചു വന്നത് അതിന്റെ സ്പർദ്ധകൾ, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പ്രശ്നങ്ങൾ, അങ്ങനെ ഒരുപാട് കോംപ്ലിക്കേഷൻ അതിനകത്തുണ്ട്. അപ്പോൾ സ്പർദ്ധയല്ല, ആശയപരമായ വ്യത്യാസം, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. സുധാകരൻജി കുറെ കൂടെ ഒരു റൈറ്റ് ലീനിങ് ആണ്. റൈറ്റ് എന്ന് പറഞ്ഞാൽ മറ്റേ BJP ലീനിങ് ആണെന്നല്ല കേട്ടോ, സെന്റർ റൈറ്റ് എന്നൊക്കെ പറയുന്ന ഒരു സ്പേസ് ആണ്. ജെനുവിൻ ആയിട്ടുള്ള നെഹ്റൂവിയൻ ലെഫ്റ്റ് ആണ് നമ്മുടെ വി ഡി സതീശൻജി, ശ്രീ VT ബൽറാം, രാഹുൽ മാങ്കൂട്ടത്തിൽ, ഇവരൊക്കെ ഒരു ജെനുവിൻ സെന്റർ ലെഫ്റ്റ് നിൽക്കുന്നതാണ്. അപ്പൊ ആശയപരമായ വ്യത്യാസമുണ്ട്, അവർക്കിടയിലുള്ള അനുഭവങ്ങളുടെ വ്യത്യാസവും പ്രശ്നങ്ങളും ഉണ്ട്. അങ്ങനെ കുറെ കാര്യങ്ങൾ അവരുടെ ഇടയിലുണ്ട്. പക്ഷേ കോൺഗ്രസ് ആണ് ജയിക്കുന്നെങ്കിൽ, അതിനാണ് ഇപ്പൊ സാധ്യത തോന്നുന്നത്. 75 സീറ്റോളം നേടി കോൺഗ്രസ് വരാനാണ് സാധ്യത തോന്നുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇനിയുള്ള വടംവലികൾ കാണാം. ആ വടംവലിയിൽ ബാക്കി UDFന്റെ ഘടകകക്ഷികൾക്കും കൂടി ഒരു റോൾ ഉണ്ടാവുന്ന കാര്യത്തിൽ സംശയമില്ലല്ലോ. അപ്പോ എന്നിരുന്നാലും ഇപ്പം കെ സി വേണുഗോപാൽ തന്നെ ആകാനാണ് ചാൻസ് കൂടുതൽ മുഖ്യമന്ത്രി അല്ലെ? ഒരു 75 സീറ്റ് വരെ ആണെന്നുണ്ടെങ്കിൽ കെ സി വേണുഗോപാൽ തന്നെ ആയിരിക്കും മുഖ്യമന്ത്രി. നേരെ മറിച്ചുകൊണ്ട് ഒരു 95 സീറ്റൊക്കെ വരെ വന്നാൽ, ഒരു അബ്സൊല്യൂട്ട് മെജോറിറ്റി വന്നു കഴിഞ്ഞാലായിരിക്കാം വി ഡി സതീശന് ചാൻസ് ഉള്ളത് അല്ലെ? അങ്ങനെ പറയാൻ കഴിയുമോന്ന് അറിയില്ല. ഈ 3 പേർക്കും, പ്രത്യേകിച്ച് ഇപ്പോ ശ്രീ കെ സി വേണുഗോപാൽ സാറിന്റെ പേര് പിച്ച് ചെയ്യുന്നുണ്ട്. ശ്രീ സണ്ണി ജോസഫിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും സോഫ്റ്റ് ആയിട്ടാണെങ്കിലും നമ്മുടെ സുധാകരൻ സാറിന്റെ സ്ഥലത്ത് നിന്നാണെങ്കിലും പിച്ച് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന് സെൻട്രലിൽ ഭയങ്കര പിടിപാടാണ്. നമുക്കെല്ലാം അറിയുന്നത് പോലെ ദേശീയ തലത്തിലെ പല തീരുമാനങ്ങളും എടുക്കുന്നത് ശ്രീ കെ സി വേണുഗോപാൽ സാറാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. അപ്പോ ആ രീതിയിൽ വലിയ സ്വാധീനം അദ്ദേഹത്തിന് ഉണ്ടെന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട. അപ്പം എങ്ങനെ അത് ഇക്വേഷൻ മാറി മറിയും, എത്ര സീറ്റ് കിട്ടും, ഇതെല്ലാം കൂടി വെച്ചിട്ടായിരിക്കണം വരിക എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട.